തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചൊരു തീരുമാനമാണല്ലോ. എത്രയോ കാലങ്ങളായി അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുള്ള എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയും കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു തീരുമാനമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എത്ര വലിയ ഒരു ജനാധിപത്യ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണത്. കോൺഗ്രസിനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും എനിക്ക് തോന്നുന്നില്ല ഇതുപോലുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുകയാണ്. കാരണം വളരെ വിപുലമായ കൺസൾട്ടേഷൻസ് നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയും ആ MLA-മാരാക്കിയ മറ്റ് പാർട്ടി പ്രവർത്തകരുടെയും മുതിർന്ന നേതാക്കന്മാരുടെയും എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിന്റെ അടക്കം വികാരത്തെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പം അതാണ് ആ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ ഗ്രേസ്. അതുകൊണ്ടാണ് അത് ഇത്രയും ആവേശത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിന്റെ ചരിത്രത്തിൽ ജനകീയതയുടെ തേരിലേറി ഇത്രയധികം ഒരു മാസ് മാൻഡേറ്റിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന മറ്റൊരു നേതാവ് ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അത് ശ്രീ വി ഡി സതീശനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ്, എന്നാൽ വലിയൊരു ഉത്തരവാദിത്വമാണ്. ജനങ്ങളുടെ ആ വലിയ പ്രതീക്ഷകളെ കാത്തുകൊണ്ട് അദ്ദേഹത്തിന് ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത്രത്തോളം ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ കേരളത്തിന് മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു നല്ല ഭരണം വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. ഈ ലീഗിന് വഴങ്ങി എന്നാണ് BJP പറയുന്നത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിയും സമാനമായിട്ടുള്ള ഘട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയല്ലേ. ഈ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമായിട്ടോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ തീരുമാനമായിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരത്തിന്റെ ഭാഗമായിട്ടാണ്. ആ വികാരം കൃത്യമായി അറിയാവുന്ന മുഴുവൻ ആളുകളും ആ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ, ചില സംഘടനകൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ നിലയ്ക്ക് വിട്ടാൽ മതി. ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവർ അഭിപ്രായങ്ങൾ പറയട്ടെ. പക്ഷേ ഇത് ആരുടെ തീരുമാനമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആളുകൾക്ക് അറിയാം. ഇത് ജനങ്ങളുടെ തീരുമാനമാണ്. BJPയുടെ അതേ സ്റ്റാൻഡാണ് NSS പറയുന്നത്. അത് അവർ തീരുമാനിക്കട്ടെ. NSS എന്ന് പറയുന്ന വലിയ പാരമ്പര്യവും മഹത്തായ ചരിത്രവുമുള്ള ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ ഇപ്പം മാധ്യമങ്ങൾക്ക് പോലും അങ്ങനെയൊക്കെ കൂട്ടിക്കെട്ടാൻ അവസരം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് അവർ ആത്മപരിശോധന നടത്തട്ടെ. ഏതായാലും NSSന്റെ നാളിതുവരെയുള്ള ചരിത്രം BJP അകറ്റി നിർത്തിയ ചരിത്രമാണ്. NSS ആസ്ഥാനത്ത് BJP നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു ചുവന്ന പരവതാനി വിരിക്കുന്ന അനുഭവം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ ഒരു ക്രെഡിബിലിറ്റി അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പാരിസനെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല. BJPയുടെ നിലയ്ക്ക് അഭിപ്രായം പറയുന്നു. ഇവർ ഈ നിലയിൽ ഈ ഒരു വിഷയത്തിൽ മാത്രം ഒരുപക്ഷെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതിന്റെ പേരിൽ NSSനെ BJPയുമായിട്ട് കൂട്ടിക്കെട്ടണം എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഒരു കാര്യം കൂടി, രമേശ് ചെന്നിത്തല അദ്ദേഹം വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്.